ഓരോ ഘട്ടങ്ങളിലും ഇവർക്ക് പല പല അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം വന്നപ്പോഴും നമ്മൾ തന്നെയാണ് അതിനെ കെയർ ചെയ്ത് അത്രയും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ അസുഖങ്ങളൊക്കെ വന്നു നിന്നൊക്കെ റിക്കവറി ആയി. പിന്നെ ഇടയ്ക്ക് വെച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി എല്ലാം വന്ന് വിട്ടതിൽ വളരെ സന്തോഷം. സിംബയും സൂര്യയും ഇവിടെയുണ്ട്. ഇനി മ്യൂസിയത്ത് സമയം ചിലവിടാൻ വരുന്ന ആളുകൾക്ക് ഒരു കൗതുക കാഴ്ചയായിട്ടാ ഈ രണ്ട് കുരുന്നുകളും ഇവിടെ തന്നെ ഉണ്ടാകും. വളരെ സന്തോഷത്തോടെയാണ് തിരുവനന്തപുരം മ്യൂസിയത്തിൽ നിന്ന്, സൂയിൽ നിന്ന് ആ ഒരു വാർത്ത പുറത്തു വരുന്നത്. ജനിച്ച നാൾ മുതൽ പോരാട്ടം തുടങ്ങിയ മൃഗശാലയിലെ സിംഹക്കുഞ്ഞുങ്ങൾ ഇപ്പോൾ സേഫാണ്. അവരെ ഇനി നിങ്ങൾക്കും കാണാൻ സാധിക്കും. ആശ്വാസത്തിന്റെ നാളുകൾ എന്നുള്ള റിപ്പോർട്ടുകളാണ് സൂയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നതും കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതും. സിംഹക്കുട്ടികളായ സിംബയെയും സൂര്യയെയും പുതിയ കൂടുകളിലേക്ക് മാറ്റുകയും ഇപ്പോൾ പുതിയതായിട്ട് അവരെ സ്വതന്ത്രമായിട്ട് കൂട്ടിലേക്ക് തുറന്നു വിട്ടുകയും ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ ജനുവരി 21-നാണ് മൃഗശാലയിലെ നൈല, ലിയോ എന്നീ പറയുന്ന സിംഹങ്ങൾക്ക് 2 കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്, സിംബയും സൂര്യയും. പക്ഷേ 10 ദിവസങ്ങളോളം സിംഹക്കുട്ടികളുടെ കണ്ണ് പോലും തുറന്നിരുന്നില്ല എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. പിന്നീട് നൈലയ്ക്ക് ആവശ്യത്തിന് മുലപ്പാൽ ഇല്ലാത്തതും വെല്ലുവിളിയായി മാറി. പാല് കുടിക്കാൻ കഴിയാത്തതിനാൽ കുഞ്ഞുങ്ങൾ ഇനി സർവൈവ് ചെയ്യുമോ എന്നുള്ള വലിയൊരു ഭയമുണ്ടായിരുന്നു. അങ്ങനെ അവരെ മൃഗശാലയിലെ ഡോക്ടർമാരും ഉദ്യോഗസ്ഥരുമൊക്കെ ഏറ്റെടുക്കുന്നു. പാല് കുടിക്കാൻ കഴിയാത്തതിനാൽ കുഞ്ഞുങ്ങളുടെ ഭാരവും ഒക്കെ കുറഞ്ഞു വരുന്ന സമയത്തായിരുന്നു പരിപാലനം അവർ ഏറ്റെടുക്കുന്നത്. കുഞ്ഞുങ്ങളുടെ ആരോഗ്യാവസ്ഥ മോശമായതിനാൽ മൃഗശാല ആശുപത്രിയിലേക്ക് ഉടൻ തന്നെ 2 പേരെയും മാറ്റി. മൃഗശാല വെറ്റിനറി സർജൻ ഡോക്ടർ നികേഷ് കിരൺ, ലൈഫ് സ്കോപ്പ് ഇൻസ്പെക്ടറായിട്ടുള്ള ജിജോ നഹാസ്, അനിമൽ കീപ്പറായിട്ടുള്ള അനിൽ എന്നിവരുടെ ചികിത്സയിലായിരുന്നു. പിന്നീട് ഇരുവരുടെയും ജീവിതം ഇപ്പോൾ സുഖം പ്രാപിച്ചു. മുലപ്പാലിന് പകരം ഫ്രഞ്ച് ബ്രാൻഡ് ആയിട്ടുള്ള റോയൽ കാനിൽ എന്ന പാൽപ്പൊടിയാണ് സിംഹക്കുട്ടികൾക്ക് ഭക്ഷണമായി നൽകിയിരുന്നത്. ആരോഗ്യനില മെച്ചപ്പെട്ടതിനെ തുടർന്ന് കുഞ്ഞുങ്ങളെ ഇൻക്യുബേറ്ററിൽ നിന്നും മാറ്റുകയും ചെയ്തു. ദിവസം 6 മണിക്കൂർ ഇടവേളയിൽ പാൽ നൽകിയായിരുന്നു ആദ്യമൊക്കെ പരിപാലനം. സിംഹക്കുട്ടികൾ കണ്ണുകൾ തുറന്നതോടെ മൃഗശാലയിലെ ആരോഗ്യ ദൗത്യ സംഘം ഇവരുടെ അച്ഛനമ്മമാരെ മാറുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത്. ആദ്യ ദിവസം 1.850 കിലോഗ്രാം ആയിരുന്നു ആൺകുഞ്ഞിന്റെ ഭാരം. പെൺകുഞ്ഞിന് 1.65 കിലോഗ്രാം. 1 മാസം പ്രായമായതോടെ ഭാരം കൂടി. ആരോഗ്യാവസ്ഥ മെച്ചപ്പെട്ടെങ്കിലും പെൺകുഞ്ഞിന് രക്തത്തിലെ പഞ്ചസാര കുറഞ്ഞ് വീണ്ടും സ്ഥിതി വഷളായ അവസ്ഥയുണ്ടായിരുന്നു. ശേഷം 3 മാസത്തോളം മൃഗശാല ആശുപത്രിയിൽ സജ്ജീകരിച്ചിട്ടുള്ള നഴ്സറിയിലെ വിദഗ്ധ പരിചരണത്തിന് 2 പേരെയും എത്തിച്ചു. പരിശ്രമങ്ങൾക്കൊടുവിൽ പൂർണ്ണ ആരോഗ്യവാന്മാരായ കുഞ്ഞുങ്ങളെ പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിലേക്ക് മാറ്റി. മൃഗശാല അധികൃതരുടെ പരിപാലനത്തിലുള്ള സിംബയുടെയും സൂര്യയുടെയും വീഡിയോ അടുത്തിടെ സമൂഹ മാധ്യമങ്ങളിലും വൈറലായിരുന്നു. അന്ന് മന്ത്രി OJ ജനീഷ് ഇവരെ കാണാൻ നേരിട്ടെത്തി ആ ചിത്രങ്ങളും വലിയ രീതിയിൽ വൈറലായിരുന്നു. ഇന്നും അവരെ കാഴ്ചക്കാർക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി കുറച്ചുകൂടെ സ്വതന്ത്രമായിട്ട് വലിയൊരു കൂട്ടിലേക്ക് തുറന്നു വിടുമ്പോഴും OJ ജനീഷ് അവിടെ എത്തിയിരുന്നു. എന്തായാലും ആരോഗ്യം വളരെ മെച്ചപ്പെട്ടു എന്നും ഇനി അവർ സാധാരണ രീതിയിൽ തന്നെ ആയിരിക്കുമെന്നും പ്രതിസന്ധികളൊക്കെ കടന്നു കഴിഞ്ഞു എന്നും അവർ ഇത്രത്തോളം വിജയകരമായിട്ട് അതിജീവിച്ചതിൽ സന്തോഷമുണ്ട് എന്നുമാണ് തുടക്കം മുതൽ തന്നെ 2 കുഞ്ഞുങ്ങളെയും സ്വന്തം മക്കളെ പോലെ നോക്കിയ അനിലിനും പറയാനുള്ളത്. എന്തായാലും തിരുവനന്തപുരം സൂയിൽ നിന്ന് വളരെ സന്തോഷത്തോടെയുള്ള ആ കാഴ്ചകൾ ഇനി നമുക്ക് കാണാം. ചേട്ടാ, തുടക്കം മുതൽ അതിന്റെ പരിചരണം, കുഞ്ഞുങ്ങളുടെ പരിചരണം ഒക്കെ ആയിട്ട് നിന്നൊരാളാണ്. എന്ത് തോന്നുന്നു ഇപ്പോൾ ഇതെന്ന് പറയുന്നത് സാധാരണ വ്യത്യസ്തമായിട്ടുള്ളൊരു ഉത്തരവാദിത്തമായിരുന്നല്ലോ. ഈ പറയുന്നത് പോലെ സർവൈവ് ചെയ്യും എന്നുള്ള പേടി ഉണ്ടായിരുന്നു, അതിനേക്കാൾ ഉപരി ഒരുപാട് കടമകൾ ഉണ്ടായിരുന്നു. എന്ത് തോന്നുന്നു ഈ സമയത്ത്? എനിക്ക് വളരെ സന്തോഷമാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ രക്ഷപ്പെടുത്തിയെടുക്കാന്ന് വെച്ചാൽ വളരെ റിസ്ക് ആയിരുന്നു. ഇപ്പൊ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത്. അപ്പൊ ആ ഒരു മാസം വളരെ റിസ്ക് ആയിരുന്നു. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഫീമെയിലിനൊക്കെ ഗുരുതരാവസ്ഥയിൽ എത്തിയിട്ട് പോലും അവിടെ നമ്മൾ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും ഇവർക്ക് പല പല അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം വന്നപ്പോഴും നമ്മൾ തന്നെയാണ് അതിനെ കെയർ ചെയ്ത് അത്രയും വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ അസുഖങ്ങളൊക്കെ വന്നു നിന്നൊക്കെ റിക്കവറി ആയി. പിന്നെ ഇടയ്ക്ക് വെച്ച് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി എല്ലാം വന്ന് വിട്ടതിൽ വളരെ സന്തോഷം. ഇത്രയും വിസിറ്റേഴ്സിനും എല്ലാവർക്കും 2 സിംഹക്കുട്ടികളെ കാണാൻ കഴിഞ്ഞില്ല, അതിൽ സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് അവരുടെ ഒരു ആക്ടിവിറ്റീസ് ഒക്കെ? അവര് ഇപ്പം വലുതായി വരുന്നതനുസരിച്ച് അവർക്ക് ആരോഗ്യത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ നമ്മളുമായിട്ടുള്ള ഇണക്കം കൊണ്ട് ഞങ്ങളെ ഉപദ്രവിക്കൊന്നുമില്ല, അല്ലാതെ വളരെ ഫ്രണ്ട്ലിയാണ് നമ്മളുമായിട്ട്. ഫുഡിന്റെ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നോ? ഫുഡിന്റെ കാര്യത്തിലൊക്കെ ക്വാണ്ടിറ്റിയൊക്കെ വ്യത്യാസം ഉണ്ടായി.
ഇപ്പം ഏകദേശം 2 കിലോയ്ക്കാണ് കൊടുക്കുന്നത്. പിന്നെ ബീഫിന്റെ ലിവർ കൊടുക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ. പിന്നെ ബോൺ കൊടുക്കും. ബോൺ ഇല്ലാതെയാണ് കൊടുക്കുന്നത് ബീഫ്. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ചിക്കൻ കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ അങ്ങോട്ട് വെച്ചാൽ അപ്പുറത്തോട്ടെ നെറ്റ് ആയതുകൊണ്ട് അവിടെ അങ്ങോട്ട് വെച്ചാൽ 2 ഫേസ് പോയി. ഇങ്ങോട്ട് തിരിഞ്ഞില്ലടാ. 'വൈൽഡ്' ക്യാരക്ടറാണ് സിംബ. സിംബ സിംബ ഒന്നുകൂടെ അടുപ്പിച്ച് വെക്കാമോ ചോദിച്ചാൽ ഡോക്ടറുണ്ട്, സൂപ്പറുണ്ട്. 7 മാസക്കാലമായിട്ട് ഇവിടെ പ്രത്യേക പരിചരണം നൽകി കൊണ്ടുപോയത്. വളരെ കെയർഫുൾ ആയിട്ട് തന്നെയാണ് നിങ്ങളെ പരിപാലിച്ചിരുന്നതൊക്കെ. അപ്പൊ ഇന്ന് സാധാരണ മറ്റ് മൃഗങ്ങളെല്ലാം തുറന്നു വിടുന്ന പോലെ തന്നെ അവരുടെ കൂട്ടിലേക്ക് ഈ സിംഹക്കുട്ടികളെ കൂടി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഈ കാഴ്ച ബംഗ്ലാവിലേക്ക് വരുന്ന ആളുകൾക്ക് ഒരു പുതിയ അനുഭവം കൂടിയാണ്. 2 പുതിയ സിംഹക്കുട്ടികൾ കൂടിയുണ്ട്. മാത്രമല്ല ഇവിടുത്തെ കുറച്ച് അറ്റ്മോസ്ഫിയറിൽ കുറച്ച് ചേഞ്ചസ് കൂടി വരുത്താൻ വേണ്ടിയിട്ട് ഒരു ആലോചനയുണ്ട്. ഞങ്ങളിപ്പോൾ വന്നപ്പോൾ തന്നെ ഞങ്ങളൊരു ആലോചന നടത്തി. കുറച്ചും കൂടി ഗ്ലാസ് ആക്കി മാറ്റാൻ കഴിഞ്ഞാൽ വരുന്ന ആളുകൾക്ക് കുറച്ചും കൂടിയൊക്കെ ഒരു ദൃശ്യത കൂട്ടാൻ വേണ്ടി കഴിയും. അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടിയൊക്കെ വരും ദിവസങ്ങളിലൊക്കെ ഒരു വരുന്ന മാറ്റം വരും. 3 സീബ്രകൾ നാളെ രാവിലെ ഒരു 11 മണി 12 മണി കൂടിയിട്ട് ഇവിടേക്ക് പുതിയതായിട്ട് വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ മൃഗങ്ങളെ കൂടി ഇതിന്റെ ഭാഗമായി കച്ചവടത്തിന്റെ ഭാഗമായിട്ട് എത്തിക്കാൻ വേണ്ടി ഒരു ശ്രമം കൂടി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് സജീവമായിട്ട് നടക്കുന്നുണ്ട്. ഈ സിംഹക്കുട്ടികളെ സംബന്ധിച്ചിട്ട് അത് വളരെ പ്രത്യേക പരിപാലനം നൽകി പിന്നെ അവരെ പ്രത്യേകം അഭിനന്ദിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. 3 ഉണ്ടായിരുന്നില്ലേ? 1 മരണപ്പെട്ടു പോയി. പക്ഷേ എങ്കിൽ കൂടി 2 സിംഹക്കുട്ടികൾ വളരെ വളരെ കെയർഫുൾ ആയി തന്നെയാണ് ഇവിടെ പരിപാലിച്ചു കൊണ്ടുപോകുന്നതൊക്കെ തന്നെ. അപ്പോൾ വളരെ മിടുക്കരായ 2 സിംഹക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ നേരത്തെ ഒരു വട്ടം വന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അന്ന് പിന്നെ കൂട്ടിലൊക്കെ ഒന്ന് കയറി ഒന്ന് നോക്കിയതാണ്. ഇപ്പൊ പക്ഷെ കൂട്ടി കയറാവുന്ന പരുവല്ല. അപ്പൊ അതുകൊണ്ട് ഇനി വേറെ സർക്കാരിന് വേറെ പ്രതിസന്ധി ഉണ്ടാക്കേണ്ടതുകൊണ്ട് നമ്മൾ കൂട്ടി കയറിയിട്ടില്ല. ആനിമൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിലാണ് ഇപ്പൊ നാളെ വരുന്ന 3 സീബ്രകൾ വരുന്നത്. അതുകൂടാതെ തന്നെ കൂടുതൽ മൃഗങ്ങൾ എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. കരടി കൂടി അത് വരട്ടെ, വരുമ്പോൾ ബാക്കിയൊക്കെ പറഞ്ഞേക്കും. കൂടുതൽ മൃഗങ്ങൾ എത്തിക്കാൻ വേണ്ടി ഒരു ശ്രമം ഉണ്ടാവും. പൊതുവിൽ ഇവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് കുറച്ചും കൂടി കൂടുതലായ കാഴ്ചകളും ദൃശ്യഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു.